ഉദവി ചെയ്യണം അല്ലാഹ് ഉദവി ചെയ്യണം അല്ലാഹ് ഉദവി ചെയ്യണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ കൈകളെ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് പൊരുത്തപ്പെടണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ് ലക്ഷോപലക്ഷം ജനങ്ങളെ നരകത്തിൽ നിന്ന് ഇത്ഖ് നൽകുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈ പുണ്യമേറിയ പവിത്രമായ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവിലെ അല്ലാഹ് മദനീയം കുടുംബം ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ആമീൻ പറയുകയാണ്. മക്കയിൽ നിന്ന് ആമീൻ പറയുന്നവരുണ്ട്, മദീനയിൽ നിന്ന് ആമീൻ പറയുന്നവരുണ്ട്, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ആമീൻ പറയുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവരും നിന്നോട് മനസ്സറിഞ്ഞ് ചോദിക്കുന്നു അല്ലാഹ് ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ റഹ്മാനേ ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ പൊരുത്തപ്പെടണേ അല്ലാഹ് ഞങ്ങളെ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ ലിസ്റ്റില് ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ ലക്ഷോപലക്ഷം ജനങ്ങളെ ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ആ ലിസ്റ്റിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ് സ്വർഗം നൽകപ്പെടുന്ന ലക്ഷോപലക്ഷം ജനങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് നരകത്തിൽ ഞങ്ങൾ ആരെയും നീ പ്രവേശിപ്പിക്കല്ലേ റഹ്മാനെ നരകത്തിന്റെ ഒരു അയലത്ത് പോലും ഞങ്ങൾക്ക് എത്താൻ കഴിയൂല അത്രമാത്രം ഭയാനകരമായ നരകം അല്ലാഹ് ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ കാത്തുരക്ഷിക്കണേ അല്ലാഹ് കാത്തുരക്ഷിക്കണേ അല്ലാഹ് നരകത്തിലെ വിറക് കൊള്ളികളാക്കല്ലേ അല്ലാഹ് നരകത്തിലെ കല്ലുകളാക്കല്ലേ അല്ലാഹ് നരകത്തിലെ കത്തിക്കപ്പെടുന്ന മനുഷ്യന്മാരായി ഞങ്ങൾ ആരെയും നീ മാറ്റല്ലേ അല്ലാഹ് ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ഒരുപാട് ആളുകൾക്ക് നീ നരകത്തിൽ നിന്ന് മോചനം നൽകുമ്പോ ആ ലിസ്റ്റിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ പൊന്നാര ഉപ്പമാരെ നീ പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ ഉമ്മമാരെ നീ പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഉപ്പമാരെയും ഞങ്ങളെ ഉമ്മമാരെയും നരകാവകാശികളിൽ പെടുത്തല്ലേ റഹ്മാനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ് സ്വർഗം നൽകണേ അല്ലാഹ് സ്വർഗം നൽകണേ അല്ലാഹ് സ്വർഗം നൽകണേ റഹ്മാനെ 27-ാം രാവിലെ അല്ലാഹുവേ ചോദിക്കുന്ന ചോദ്യമാണ് ഒരുപാട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്നു എല്ലാവരെയും നീ കാണുന്നുണ്ടല്ലോ റബ്ബേ അറിയുന്നുണ്ടല്ലോ അല്ലാഹ് എല്ലാവർക്കും നീ നരകമോചനം തരണേ റഹ്മാനെ സ്വർഗം നിർബന്ധമാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം തരണേ അല്ലാഹ് സ്വർഗം തരണേ അല്ലാഹ് സ്വർഗം തരണേ അല്ലാഹ് എത്രയോ ആളുകള് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ് നരകത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ നിന്ന് കൂരിട്ടാകുന്ന ഖബറ് മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ ആരുമില്ല ഖബറിലെ ആ ഖബറിൽ ഞങ്ങൾക്ക് നീ രക്ഷയാകണേ അല്ലാഹ് രക്ഷയാകണേ അല്ലാഹ് രക്ഷയാകണേ അല്ലാഹ്
ഒരു സെക്കൻഡ് പോയിട്ട് അല്ലാഹുവേ ആ സെക്കൻഡിന് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഭാഗിച്ചാലും അതിന്റെ ചെറിയ ഒരു സമയം പോലും അല്ലാഹുവേ ഒരു ചെറിയ നുക്ത പോലും യാ അല്ലാഹ് ഞങ്ങൾക്ക് നരകത്തിലെ ശിക്ഷ അനുഭവിക്കാൻ കഴിയൂല അല്ലാഹ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണെന്നറിയുമോ സ്വഹാബ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ ഒരു തീയിന് ഒരു ഷൂ ധരിച്ചു കൊടുക്കലാണ്. കാലിൽ ധരിക്കുന്ന ഒരു ഷൂവാണ്, ഒരു ചെരുപ്പാണ്. ആ ചെരുപ്പ് ധരിക്കുമ്പോൾ ആ കാലിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ ചൂട് കൊണ്ട് തലയിലുള്ള തലച്ചോറ് തിളച്ചു മറിയുമെന്ന് സ്വാദിഖുൽ അമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല റബ്ബേ, ഞങ്ങൾക്ക് കഴിയില്ല അല്ലാഹ്. നരകത്തിലെ ഒരു ചെറിയ നിമിഷം പോലും അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അല്ലാഹ്. നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് കാവലാകണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തിന് കാവലാകണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്ക് കാവലാകണേ അല്ലാഹ്. ഞങ്ങളെ ശിഷ്യന്മാർക്ക് കാവലാകണേ അല്ലാഹ്. ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ സർവ മദനീയം കുടുംബങ്ങൾക്കും നീ കാവലാകണേ അല്ലാഹ്. നരകത്തിൽ കടത്തിക്കളയല്ലേ റബ്ബേ. നരകത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ശുദ്ധ ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അല്ലാഹുവേ, ആ ലിസ്റ്റിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ആ ലിസ്റ്റിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മിനന്നാറിന്റെ 10 നരകമോചനം നൽകുന്ന 10 അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ നരകമോചനം ചോദിക്കുന്നു അല്ലാഹ്, ചോദിക്കുന്നു അല്ലാഹ്, ചോദിക്കുന്നു അല്ലാഹ്. ഞങ്ങളെ നരകത്തിന്റെ അവകാശികളിൽ പെടുത്തല്ലേ റബ്ബേ. ഞങ്ങളെ ചോദ്യത്തിന് നീ ഇഖ്ലാസ് തരണേ അല്ലാഹ്. കണ്ണിലൂടെ കണ്ണുനീരുകൾ ചാലിട്ടൊഴുകണം. അല്ലാഹുവിനെ ഓർത്ത് കരയണം. എത്ര അനുഗ്രഹങ്ങളാണ് റബ്ബ് നമുക്ക് ചെയ്തു തന്നത്. പക്ഷേ ആ റബ്ബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങള് എത്ര ഹറാമുകളാ നമ്മൾ ചെയ്തത്, എത്ര തെറ്റുകുറ്റങ്ങളാ നമ്മൾ ചെയ്തത്. അല്ലാഹുവേ, പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇജാബത്ത് നൽകണേ അല്ലാഹ്. പൊരുത്തപ്പെടണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇജാബത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അന്തസ്സ് നൽകണേ അല്ലാഹ്. അഭിമാനം നൽകണേ അല്ലാഹ്. മുറാദുകൾ ഹസുലാക്കണേ അല്ലാഹ്. എന്തെല്ലാം നിയ്യത്തുകൾ കരുതി നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, മക്കളുടെ കാര്യം, വീടിന്റെ കാര്യം, മക്കളില്ലാത്ത കാര്യം, വിവാഹപ്രായമായ കാര്യം, ജോലിയില്ലാത്ത കാര്യം, കടത്തിന്റെ കാര്യം, രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ പ്രയാസങ്ങള്, അല്ലാഹുവേ, ശാരീരികമായ ബുദ്ധിമുട്ടുകള്, മാനസികമായ ബുദ്ധിമുട്ടുകള്, കുടുംബപരമായ ബുദ്ധിമുട്ടുകളെ, ഒരുപാട് പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ യാ അല്ലാഹ് പലതും ഞങ്ങളോട് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലോ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാത്തിനും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജിയുടെ അടുക്കലേക്ക് ചെന്നോ. നമ്മുടെ മദനിയ മക്ക